സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് മൾട്ടി ഡയമെൻഷൻ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സ്പിരിച്വാലിറ്റിക്കകത്തുണ്ട്. അതിനകത്തുള്ള ഒരു ഡയമെൻഷനാണ് ക്രിയായോഗ എന്ന് പറയുന്നത്. ആ ക്രിയായോഗ എന്ന് പറയുന്ന കാര്യം ബൈബിളിനകത്ത് ഡയറക്റ്റ് ആയിട്ടല്ല പ്രതിപാദിച്ചിരിക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ക്രിയായോഗ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ ഓൺലൈനിൽ കുറച്ചൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ഓഫ്ലൈൻ മീറ്റിങ്ങിനകത്ത് മൾട്ടി ഡയമെൻഷനകത്തുള്ള പല ടോപ്പിക്കിനും അതിനകത്ത് കവറാവുമെങ്കിലും ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിനകത്തുള്ള ഒരു ഡയമെൻഷൻ, ക്രിയായോഗ എന്ന് പറയുന്നത് ബൈബിൾ എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് കുറച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ബൈബിളുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ ശരീരവും മനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനത് ബൈബിളുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇത് നമ്മുടെ തലച്ചോറിൻ്റെ നെടുകെ മുറിച്ച ഒരു ഭാഗമാണ് ഈ പടത്തിനകത്ത് കാണുന്നത്. അതിനകത്ത് 3 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പിൻ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. 1 ഹൈപ്പോതലാമസ്, 2 പീറ്റ്യൂട്ടറി ഗ്ലാൻഡ്, 3 പീനിയൽ ഗ്ലാൻഡ്. അപ്പോൾ ഇന്ന് നമുക്ക് പീനിയൽ ഗ്ലാൻഡിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് ഡെപ്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനകത്ത് ഒരു ചെറിയൊരു ബ്ലൂ കളറിൽ, ബ്ലൂയിഷ് ഒരു വയലറ്റ് പോലുള്ള ഒരു കളറിനകത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു ചെറിയൊരു ഗ്രന്ഥിയാണ് ഈ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പീനിയൽ ഗ്ലാൻഡാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് പവർ, എനർജി സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്ത് ഹാർട്ട് പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പവർ വേണം. നമ്മുടെ ലങ്സ് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് പവർ വേണം. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കരൾ ടോക്സിൻസിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ആ ഇലക്ട്രിക് പവർ കൊടുക്കുന്ന മേജറായിട്ടുള്ള ഒരു ഓർഗനാണ് ഈ പറയുന്ന പീനിയൽ ഗ്ലാൻഡ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് കണ്ണുള്ളതുപോലെ നമ്മുടെ മനസ്സിന് കണ്ണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഓർഗനും ഈ പീനിയൽ ഗ്ലാൻഡാണ്. നമ്മുടെ ശരീരത്തിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓർഗൻ എന്നുള്ള നിലയിൽ ഈ പീനിയൽ ഗ്ലാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ബയോളജിക്കലി ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നില്ല. ഞാനിന്ന് പറയുന്നത് സ്പിരിച്വൽ ആംഗിൾ നിന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിനകത്ത് ഗ്രഹിച്ചാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുടെ കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഗ്രഹിക്കുക. 1, നമ്മുടെ ശരീരത്തിന് മുഴുവനായിട്ട് ഇലക്ട്രിക്കൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഗ്ലാൻഡ് പീനിയൽ ഗ്ലാൻഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് മനസ്സിനും വെളിച്ചം പകരാനായിട്ട്, ലൈറ്റ് പകരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്ലാൻഡ് പീനിയൽ ഗ്ലാൻഡാണ്. നമ്മുടെ ശരീരത്തിനകത്ത് മെയിൽ, ഫീമെയിൽ എന്നീ രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഗ്ലാൻഡുകളിൽ മെയിൽ ഗ്ലാൻഡായിട്ട് പറയുന്നത് പീനിയൽ ഗ്ലാൻഡിനെയും ഫീമെയിൽ ഗ്ലാൻഡായിട്ട് പറയുന്നത് പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയുമാണ്. അപ്പോൾ ഒരു അർദ്ധനാരീശ്വര ഭാവം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. മെയിൽ ഡോമിനേഷനുള്ള ഭാഗമുണ്ട്, ഫീമെയിൽ ഡോമിനേഷനുള്ള ഭാഗമുണ്ട്. ആ മെയിൽ ഡോമിനേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പീനിയൽ ഗ്ലാൻഡാണ്. അപ്പോൾ നമുക്കിതിനെ ചുരുക്കത്തിൽ മനസ്സിൻ്റെ കണ്ണെന്ന് നമുക്ക് പറയാം. നമ്മുടെ ഈ ശരീരത്തിലിരിക്കുന്ന 2 കണ്ണും ഒന്ന് അടച്ച് കുറച്ച് നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുള്ള കണ്ണ് പ്രകാശിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ പറ്റുന്നത്, ദർശനങ്ങൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് കണ്ണടച്ച് ചില കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ പീനിയൽ ഗ്ലാൻഡ് നമ്മുടെ മൈൻഡിൻ്റെ കണ്ണായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കണ്ണ്, നമ്മുടെ ശരീരത്തിനകത്തുള്ള കണ്ണ് കാഴ്ചകൾ കാണുന്നതിനേക്കാൾ വ്യക്തമായിട്ടും ആക്യുറേറ്റായിട്ടും ഇമാജിനേഷന് അകത്ത് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്, സ്വപ്നങ്ങളിൽ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്, ദർശനങ്ങളിൽ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ പീനിയൽ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. എപ്പോഴാണ് പീനിയൽ ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് പീനിയൽ ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണ് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എ സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം നമ്മുടെ അകക്കണ്ണ് അല്ലെങ്കിൽ നമ്മുടെ
മൈൻഡിനകത്തുള്ള കണ്ണ് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമുക്ക് വിഷ്വലൈസേഷൻസ്, ചില സ്വപ്നങ്ങൾ, ദർശനങ്ങൾ നമ്മുടെ അകത്തു നിന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പോലെ പീനിയൽ ഗ്ലാൻഡിൻ്റെ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആകുന്നത്, പീനിയൽ ഗ്ലാൻഡിൻ്റെ ഫങ്ഷണാലിറ്റി കുറച്ചും കൂടെ ആക്യുറേറ്റ് ആകുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ സ്പിരിച്വൽ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യും തോറും, അല്ലെങ്കിൽ സ്പിരിച്വലി നമ്മൾ കൂടുതൽ വളരും തോറും ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെ ആക്ടിവേഷനും ആക്യുറസിയും സ്റ്റിമുലേഷനും ഒക്കെ വർദ്ധിക്കാൻ തുടങ്ങും. ഈ മൈക്രോ ക്രിസ്റ്റൽസ് കൊണ്ടാണ് ഈ പീനിയൽ ഗ്ലാൻഡിൻ്റെ അകവശം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ നമ്മുടെ കണ്ണിനുമുണ്ട്. കണ്ണിനകത്ത് ലൈറ്റ് വന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് നമ്മളെ കണ്ണിനെ പ്രാപ്തമാക്കുന്നതും ഈ മൈക്രോ ക്രിസ്റ്റൽസ് ആണ്. ഇതേ മൈക്രോ ക്രിസ്റ്റൽസ് തന്നെയാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡിൻ്റെ അകത്തുമുള്ളത്. സോ നമ്മുടെ മൈൻഡ് ചില ഫ്രീക്വൻസീസ്, തോട്ട്സ്, ഇമാജിനേഷൻസ് നമുക്ക് ആക്റ്റീവ് ആകുമ്പോൾ ഇത്തരത്തിൽ ആ ലൈറ്റ് നമ്മുടെ ഈ പീനിയൽ ഗ്ലാൻഡിനകത്തേക്ക് എമിറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഈ പുറമേയുള്ള ഓബ്ജക്റ്റ് നമ്മുടെ നഗ്നനേത്രങ്ങൾ കാണുമ്പോൾ ആ പുറമേയുള്ള ഓബ്ജക്റ്റിനകത്തുള്ള ലൈറ്റാണ് നമ്മുടെ കണ്ണിനകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഓബ്ജക്റ്റിനെ കാണുന്നത്. സെയിം വേ നമ്മൾ ആ അകക്കണ്ണിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ പീനിയൽ ഗ്ലാൻഡാണ് ആ ലൈറ്റിനെ ആ മൈക്രോ ക്രിസ്റ്റൽസ് വഴി എമിറ്റ് ചെയ്തിട്ട് നമുക്ക് അത്തരത്തിൽ നമുക്ക് കാണാനായിട്ടുള്ള പ്രാപ്തി നൽകുന്നത്. നമ്മുടെ പഴയ നിയമത്തിനകത്ത് ദേവാലയത്തിനകത്ത് അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിനകത്ത്, ടെമ്പിൾ ഓഫ് ഗോഡിനകത്ത്, ജെറുസലേം ദേവാലയത്തിനകത്ത് മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് എഴുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള ഈ പീനിയൽ ഗ്ലാൻഡിനെ കുറിച്ചിട്ടാണ്. ദ മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറയുന്നത് പീനിയൽ ഗ്ലാൻഡാണ്. ആ ഹോളി പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനാണ്. അപ്പോൾ ബൈബിൾ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു ബോഡി കോൺഷ്യസിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും നമ്മുടെ സ്പിരിച്വൽ മീറ്റിങ്ങിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളെയും നമുക്ക് 3 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. 1 ബോഡി കോൺഷ്യസിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം, 2 മൈൻഡ് കോൺഷ്യസിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം, 3 സ്പിരിച്വൽ അല്ലെങ്കിൽ സ്പിരിറ്റ് കോൺഷ്യസിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. സോ ഈ 3 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്താലും ഇതിനകത്ത് വരുന്ന എഴുതിയിരിക്കുന്ന ഒരേ കാര്യത്തെ 3 ആശയങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ആശയം നമ്മുടെ ശാരീരിക ബോധത്തിൽ നിന്നുകൊണ്ട് ബോഡി കോൺഷ്യസിൽ നിന്ന് ബൈബിളിന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഉള്ള രീതിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതാണ് ക്രിയായോഗയുമായിട്ട് കണക്റ്റ് ആകുന്നത്. ഫൈൻ. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിച്ചത് നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിക്കകത്തുള്ള ഒരു ഓർഗനെ കുറിച്ചിട്ടാണ്. അതിനകത്ത് വരുന്ന ഒരു കുഞ്ഞ് ഓർഗനാണ് ഈ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എത്രയും സമയം നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ബൈബിളിനകത്ത് പറയുന്ന മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനകത്തിരിക്കുന്ന പീനിയൽ ഗ്ലാൻഡാണ്. അതുപോലെ ആ മോസ്റ്റ് ഹോളി പ്ലേസിനകത്ത് ആ പെട്ടകത്തിനകത്ത് 2 കെരൂബുകളായിട്ടിരിക്കുന്നത് ഈ പീനിയൽ ഗ്ലാൻഡിനെ കവർ ചെയ്തിരിക്കുന്ന ബ്രെയിനിൻ്റെ ലെഫ്റ്റും റൈറ്റും പോർഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ബ്രെയിനെയാണ് ഹോളി ലാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗാർഡൻ ഓഫ് ഏഡൻ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ വിട്ടുപോകരുത്. ഞാനിപ്പോൾ പറയുന്നത് ബോഡി കോൺഷ്യസിലാണ്. സ്പിരിറ്റ് കോൺഷ്യസിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വരത്തില്ല, അത് വേറെ കോണ്ടസ്റ്റാണ്. ബോഡി കോൺഷ്യസിൽ ചിന്തിക്കുമ്പോൾ മാത്രമേ ക്രിയായോഗയുമായിട്ട് നമുക്ക് ബൈബിളിനെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സോ ആ രീതിയിൽ ബോഡി കോൺഷ്യസിൽ ചിന്തിക്കുമ്പോൾ ഹോളി ലാൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏഡൻ ഓഫ് ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ്. പീനിയൽ ഗ്ലാൻഡിനെ ഹണിയോടും പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മിൽക്കിനോടും കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ 2 ഗ്ലാൻഡിനകത്തുനിന്നും സ്രവങ്ങൾ വരുന്നുണ്ട്, ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, സെക്രിയേഷൻസ് ഉണ്ട്. അപ്പോൾ പീറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്ന സ്രവത്തിനെയാണ് മിൽക്കിനോട്, പാലിനോട് ഉപമിച്ചിരിക്കുന്നത്. പീനിയൽ ഗ്ലാൻഡിനകത്തുനിന്ന് വരുന്ന സ്രവത്തെ, സെക്രിയേഷനെയാണ് ഹണിയോട് ഉപമിച്ചിരിക്കുന്നത്. കാരണം നേച്ചറിനും ടേസ്റ്റിലും ഈ 2 സെക്രിയേഷനും ഈ 2 കാര്യത്തോടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈബിളിൽ പറയുന്ന പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പറയുന്ന കനാൻ ദേശം അല്ലെങ്കിൽ ഹോളി ലാൻഡ് നമ്മുടെ ബ്രെയിനാണ്. ആ ഹണി ഉൽപ്പാദിപ്പിക്കുന്നത് പീനിയൽ ഗ്ലാൻഡാണ്, മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് പീറ്റ്യൂട്ടറി ഗ്ലാൻഡാണ്. അപ്പോൾ തലച്ചോറിനകത്ത് നിന്നാണ് പാലും തേനും ഒഴുകുന്ന ആ ഒരു പ്രതീതി, ആ 2 സെക്രിയേഷൻസ് ഉണ്ടാകുന്നതെന്ന് ചുരുക്കം. ഈജിപ്ഷ്യൻ കൾച്ചറിനകത്ത് ഈ കാര്യം അവർക്ക് ഭംഗിയായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട്
ചില സിമ്പിൾസ് വെച്ചിട്ട് നമ്മുടെ ഈ പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയും നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷ്വലൈസേഷനും അണ്ടർസ്റ്റാൻഡിങ്ങിനെയൊക്കെ കുറിച്ചിട്ട് ചില റെപ്രസെൻറ്റേഷൻസ്, ചില സിമ്പിൾസ് ആൻഷ്യൻറ്റ് ഈജിപ്റ്റ് കൾച്ചറിനകത്ത് അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. ഒരു കണ്ണിൻ്റെ പടം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ ഒരു പിക്ചറൈസേഷൻ സിമ്പിളാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് ശരിക്കും നമ്മുടെ തലച്ചോറിനകത്തിരിക്കുന്ന പീറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ഒരു എൻലാർജ്ഡ് വേർഷനാണ്, ഒരു സൂം ചെയ്തൊരു വേർഷനാണ്. സോ ഇത് തമ്മിൽ കാണുമ്പോൾ ഏകദേശം സിമിലാരിറ്റി ഉണ്ട്. നോക്കിയേ, പലപ്പോഴും നമ്മൾ ഈ ഈജിപ്ഷ്യൻ കൾച്ചറിനകത്തും മെസപ്പൊട്ടേമിയൻ കൾച്ചറിനകത്തും ഒക്കെ ഉള്ള ഇത്തരത്തിലുള്ള സിമ്പിൾസിനെയൊക്കെ പ്രാകൃത ദൈവസങ്കല്പമായിട്ടൊക്കെ കൺസിഡർ ചെയ്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലെല്ലാം ഇത്തരത്തിലുള്ള ചില മീനിങ്ങുകളുണ്ട് എന്ന് ഞാനും ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഈ സിമ്പിളിൻ്റെ മീനിങ് അതാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുള്ളവർക്ക് ഈ ഓരോ സിമ്പിൾസും എന്താണ് എന്നുള്ളത് ഗൂഗിളിലുണ്ട്. ഞാനിത് ഗൂഗിളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സ്മെല്ല് അറിയാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ, കാഴ്ച സൈറ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ, തോട്ടിന് അനുസരിച്ചുള്ളൊരു സിമ്പിൾ, ഹിയറിങ്ങിനുള്ള സിമ്പിൾ, ടേസ്റ്റിനുള്ള സിമ്പിൾ, ടച്ചിനുള്ള സിമ്പിൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ ഒരു മൊത്തത്തിലുള്ളൊരു സിമ്പിൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന ഒരു ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന സാധനം, ഇതാണ് നമ്മുടെ പീനിയൽ ഗ്ലാൻഡിൻ്റെ അകത്തുള്ള ആ മൈക്രോ ക്രിസ്റ്റൽസ് പോലുള്ള ഭാഗത്തിൻ്റെ ഒരു സൂം ചെയ്തിരിക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് ഇമേജാണ് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന ഭാഗം. ഇതെപ്പോഴും ലൈറ്റ് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഈ ക്രിസ്റ്റൽസ്, പീനിയൽ ഗ്ലാൻഡിനകത്തുള്ള ക്രിസ്റ്റൽസ് ഇങ്ങനെ എപ്പോഴും ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ബോധോദയം കിട്ടുമ്പോൾ ആ വാക്കിനെ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ വാക്ക് കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് കാരണം. സോ എൻലൈറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഇനിഷ്യലൈസേഷൻ വരുന്നത് നമ്മുടെ പീനിയൽ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, പീനിയൽ ഗ്ലാൻഡിൻ്റെ സ്റ്റിമുലേഷൻ വഴിയിട്ടാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെ നിങ്ങൾ നോക്കിക്കേ, ഇതിനകത്ത് ആ ഒരു സീഡിൻ്റെ ആകൃതിയിലുള്ള 2 പടങ്ങളുണ്ട്. ഒന്ന് ആ സീഡിങ്ങനെ കൂമ്പിയിരിക്കുന്നതും മറ്റത് ആ സീഡിങ്ങനെ വിടർന്നിരിക്കുന്നത്. സോ ഒന്ന് നമ്മുടെ നോർമൽ രീതിയിൽ സാധാരണപ്പെട്ട വ്യക്തികളിലുള്ള പീനിയൽ ഗ്ലാൻഡിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ആ കൂമ്പിയിരിക്കുന്ന പടം. വികസിച്ചിരിക്കുന്നത് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ ആൾക്കാരുടെ പീനിയൽ ഗ്ലാൻഡിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ആ വിടർന്നിരിക്കുന്ന പടം. ഇനി നിങ്ങൾ നോക്കി, ആ ബുദ്ധൻ്റെ തലയിൽ നെറ്റിയിലും അതുപോലെ തലയിലെ മുടിയും റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ എൻഹാൻസ് ചെയ്തിരിക്കുന്ന വിടർന്നിരിക്കുന്ന ആ ഒരു സീഡിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അത് കാണിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ പീനിയൽ ഗ്ലാൻഡിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ നമ്മളും ആ ബുദ്ധൻ്റെ സ്റ്റേറ്റിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ ബുദ്ധനെ ഒരു വ്യക്തിയായിട്ടല്ല കാണേണ്ടത്, ഒരു സ്റ്റേറ്റായിട്ടാണ് കാണേണ്ടത്. ആ സ്റ്റേറ്റിനെയാണ് ഈ തലയിൽ ഇത്തരത്തിലുള്ള സിമ്പിൾസ് വെച്ചിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ആ തേർഡായിരിക്കുന്ന ഭാഗത്തും ആ എൻലൈറ്റ്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷനുണ്ട്. അപ്പോൾ ബുദ്ധൻ്റെ തലയിലുള്ള മുടി ഇങ്ങനെ വരാൻ കാരണം ആ എൻലൈറ്റ്മെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ആ ഈജിപ്ഷ്യൻ കൾച്ചറിനകത്തും മെസപ്പൊട്ടേമിയൻ കൾച്ചറിനകത്തും അക്കേഡിയൻ കൾച്ചറിനകത്തും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിരുന്നത് വത്തിക്കാനിനകത്ത് നമ്മുടെ റോമൻ കാത്തലിക് പ്രാബല്യത്തിൽ വന്നപ്പോൾ, അധികാരത്തിൽ വന്നപ്പോൾ, അവരുടെ കയ്യിൽ കൺട്രോൾ കിട്ടിയപ്പോൾ ഇത്തരത്തിലുള്ള ഏഷ്യൻ റെപ്രസെൻറ്റേഷനെ മുഴുവൻ അവർ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം മനുഷ്യൻ ഈ ഒരു റിയാലിറ്റിയിലേക്ക്, ഈ ഒരു സത്യത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റേണലായിട്ട് അങ്ങ് സ്വർഗത്തിൽ ഏതോ ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെയാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്നുള്ള രീതിയിൽ മനുഷ്യൻ്റെ മൈൻഡിനെയും മനുഷ്യൻ്റെ ശ്രദ്ധയെയും ഔട്ട്സൈഡ് ആയിട്ടുള്ളൊരു ദൈവത്തിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചു വിട്ടു, മാനിപ്പുലേറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് ദൈവമെന്നും നമ്മുടെ ഉള്ളിലാണ് ആ ദൈവബോധമെന്നും നമുക്ക് ആ എൻലൈറ്റ്മെൻറ്റ് കിട്ടുമ്പോഴാണ് ആ ദൈവിക അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്നുമുള്ള ആ ഒരു സത്യത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ കാത്തലിക്കാണ് നശിപ്പിച്ചത്. ആ വത്തിക്കാൻ്റെ ഡോമിനേഷനാണ് ഇതിനെല്ലാം നശിപ്പിക്കപ്പെടാൻ കാരണം. ഓക്കെ, ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇന്നത്തെ സഭയോ സഭാ ഭാരവാഹികളൊന്നും അംഗീകരിക്കത്തില്ല, പക്ഷേ സത്യം അതാണ്. അപ്പം നമുക്കിനി വേണ്ടത് എന്താണോ നശിപ്പിക്കപ്പെട്ടത്, എന്താണോ സത്യം, അതിനകത്തേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. ശരിക്കും നമ്മുടെ ബ്രെയിനെയാണ് ത്രോൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്രെയിനിൻ്റെ സെൻട്രലിരിക്കുന്ന പീനിയൽ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ദൈവത്തിൻ്റെ സിംഹാസനം, ത്രോൺ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ കാണിക്കുന്നത്. നമുക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്നത് ആത്മീയ അറലത്തിലിരിക്കുമ്പോൾ, ശരിക്കും നമ്മൾ ആ മെഡിറ്റേഷനകത്തിരിക്കുമ്പോൾ
നമുക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്നത് ഈ ഒരു ബ്രെയിനിൻ്റെ അകത്തുള്ള പീനിയൽ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. പീനിയൽ ഗ്ലാൻഡിനാണ് ശരിക്കും നമുക്ക് ആ ഇൻറ്റ്യൂഷനെ ആക്റ്റീവാക്കി തരുന്നത്. നമ്മുടെ ഈ 2 ഗ്ലാൻഡുകളെയും എൻഹാൻസ് ചെയ്യുന്നത്, നമ്മുടെ പീനിയൽ ഗ്ലാൻഡിനെയും പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയും എൻഹാൻസ് ചെയ്യുന്നത് എക്സ്റ്റേണലി ഉള്ള 2 ഫാക്ടേഴ്സാണ്. ഒന്ന് സൂര്യനും 2 ചന്ദ്രനും. നമ്മുടെ പീനിയൽ ഗ്ലാൻഡിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് സൂര്യനും പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ചന്ദ്രനുമാണ്. ഇത് രണ്ടും 2 എനർജിയാണ്. ഈ സൂര്യനെന്നും ചന്ദ്രനെന്നും പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ 2 ഗ്രഹങ്ങളുടെയും പിന്നിലുള്ള എനർജിയാണ് നമുക്ക് ഈ സ്റ്റിമുലേഷൻ തരുന്നത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ സൂര്യൻ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ചന്ദ്രൻ തരുന്നു എന്നല്ല, സൂര്യനിൽ നിന്നുള്ള ഇലക്ട്രിക് വേവ്സും ചന്ദ്രനിൽ നിന്നുള്ള മാഗ്നറ്റിക് വേവ്സുമാണ് ഈ 2 ഗ്ലാൻഡിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ജീസസ് പാനപാത്രമെടുത്ത് വാഴ്ത്തി നൽകി എന്നൊക്കെ പറയുന്ന ആ പാനപാത്രം എന്ന് പറയുന്നത് ശരിക്കുമുള്ള ഈ സ്റ്റിമുലേഷനെ കാണിക്കുന്ന റെപ്രസെൻറ്റേഷൻ പടമാണ്. ആ വീഞ്ഞ് വെച്ചിരിക്കുന്ന ആ കപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഴുത്തിനകത്തുള്ള ആ നമ്മുടെ നട്ടെല്ലുമായിട്ടിൻ്റെ എൻഡും തലയോട്ടിയും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഷേപ്പ് കണ്ടോ, ആ പടത്തിനകത്തുണ്ട്. ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആ സ്പൈനൽ കോഡും ആ തലയോടും കൂടെ വന്ന് ചേരുന്ന ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നതാണ് ശരിക്കും ആ ഒരു വീഞ്ഞിരിക്കുന്ന കപ്പിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ അതിനകത്ത്, ഈ കപ്പിനകത്ത് അല്ലെങ്കിൽ ഈ തലയോടിനകത്ത് ഈ ചന്ദ്രനിൽ നിന്നും മൂണിൽ നിന്നും വരുന്ന സ്റ്റിമുലേഷനാണ് പീനിയൽ ഗ്ലാൻഡിനെയും പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ ഒരു സ്രവമുണ്ടാകാനായിട്ടുള്ള കാരണം. സോ ഇതുപോലെ തലച്ചോറിൽ നിന്ന് ശരീരത്തിലേക്ക് പുറപ്പെടുന്ന 2 നെർവുകളുണ്ട്. ഒന്ന് ഇടയെന്നും മറ്റത് പിങ്കള എന്ന് പറയുന്ന 2 നെർവുണ്ട്. സോ ഈ 2 നെർവും തലച്ചോറിനകത്ത് നിന്നാണ് ശരീരത്തിനകത്തേക്ക് പുറപ്പെടുന്നത്. ഇത് നമ്മുടെ നട്ടലിനെ അല്ലെങ്കിൽ ആ വെട്രിബ്രയെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ ഇങ്ങനെ വേവ് പോലെ, പാമ്പ് പോകുന്നത് പോലെ ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ പിങ്കള ഇങ്ങനെ പോകുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഇട ഇങ്ങനെ വരും. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് ഇങ്ങനെ 2 പാമ്പ് ഇങ്ങനെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. സോ ഈ 2 നെർവ് സിസ്റ്റമാണ് ആ ഒരു സർപ്പൻ്റായിട്ട് നമുക്ക് നട്ടലിനെ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്തുള്ള സ്രവത്തിനെ നമ്മൾ എന്തായിട്ട് പറയും? മിൽക്കായിട്ട് പറയും. അതുപോലെ പീനിയൽ ഗ്ലാൻഡിനകത്തുനിന്ന് വരുന്ന സ്രവത്തെ നമ്മൾ എന്തായിട്ട് പറയും? ഹണിയായിട്ട് പറയും. അപ്പോൾ പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന സ്രവത്തെ മെയിൽ ഹോർമോണായിട്ട് അല്ലെങ്കിൽ സ്രവമായിട്ട് പറയും. പീറ്റ്യൂട്ടറി ഗ്ലാൻഡിനകത്ത് വരുന്നതിന് ഫീമെയിൽ ഹോർമോണായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെക്രീഷനായിട്ട് നമ്മൾ പറയും. സോ ഇത് 2 രീതിയിൽ, മെയിൽ ആൻഡ് ഫെമിനൈൻ എന്നുള്ള രീതിയിലാണ് ശരിക്കും ഈ 2 ഗ്ലാൻഡിനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതും അതിനകത്തുനിന്ന് വരുന്ന ഹോർമോൺസിനെ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന സെക്രിയേഷൻസിനെയും ഡിനോട്ട് ചെയ്യുന്നത്.